കേട്ടറ്റ് പരീക്ഷയ്ക്ക് സൈക്കോളജിയിൽ നിന്നും തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ പാർട്ട് 2. താഴെ പറയുന്നവയിൽ ഏറ്റവും വസ്തുനിഷ്ഠമായ മനഃശാസ്ത്ര പഠന രീതി ഏത്? അന്തർനിരീക്ഷണം, നിരീക്ഷണം, അഭിമുഖം, മനഃശാസ്ത്ര ശോധകങ്ങൾ. ഉത്തരം മനഃശാസ്ത്ര ശോധകങ്ങൾ. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട പ്രതിരോധ തന്ത്രം ഏത്? പ്രതിഗമനം, പ്രക്ഷേപണം, സബ്ലിമേഷൻ, റിപ്രഷൻ. ഉത്തരം സബ്ലിമേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി ചേർത്തിരിക്കുന്ന ജോഡി ഏത്? ഹയർ ഓർഡർ കണ്ടീഷനിംഗ് പാവ്ലോവ്, പഠനത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം പിയാഷെ, റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ വാട്സൺ, കണ്ടെത്തൽ പഠനം ബന്ദൂര. ഉത്തരം ഹയർ ഓർഡർ കണ്ടീഷനിംഗ് പാവ്ലോവ്. ഭയം വളരെ നന്നായി വിശദീകരിക്കാൻ ഉപയുക്തമായ പഠന സിദ്ധാന്തം ഏത്? ഉത്തരം ക്ലാസിക്കൽ അനുബന്ധനം. നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു. ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏത്? ഉത്തരം വ്യക്തിപഠനം. വിവിധ ആശയങ്ങൾ ചേർത്ത് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് എന്ത്? ഉത്തരം സർഗാത്മകത. ബുദ്ധി പരീക്ഷയിൽ എത്ര സ്കോറിന് താഴെ ലഭിക്കുന്നവരാണ് ബുദ്ധിവൈകല്യമുള്ളവർ അഥവാ ബുദ്ധിമാന്ദ്യമുള്ളവരായി നിർവചിക്കപ്പെടുന്നത്? ഉത്തരം 70. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺഡ്.